ഹായ് ഫ്രണ്ട്സ്. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ ക്യൂബൻ പ്രസംഗവും ക്യൂബയുമായി സഹകരിച്ച് കേരളത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പ്രസ്താവന കേൾക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇപ്പോഴും വിഡ്ഢികളുടെ സ്വർഗത്തിലാണോ എന്ന് ആർക്കും സംശയം തോന്നിയേക്കാം. കാരണം യഥാർത്ഥമായ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഈ ഭൂഗോളത്തിൽ ഒരിടത്തും നടപ്പായിട്ടില്ല. കാർൽ മാർക്സ് വിഭാവനം ചെയ്ത ആ കമ്മ്യൂണിസം അല്ല ലെനിൻ നടപ്പാക്കിയത്. ലെനിന്റെ കമ്മ്യൂണിസം ഒരു ബന്ധവുമില്ലായിരുന്നു സ്റ്റാലിന്. പിന്നെ അങ്ങോട്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അവരുടേതായ രീതികളിലാണ് ഭരിച്ചത്. പിന്നെ കമ്മ്യൂണിസം എന്ന പേര് മാത്രം. കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ശ്രീമാൻ EMS നമ്പൂതിരിപ്പാട് മുതൽ ഇങ്ങ് സഖാവ് VS വരെ ഓരോ രീതിയിൽ ഭരിച്ചു. അവരുടെ ഭരണത്തിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് പിണറായിസം എന്ന് പറയുന്നത്. അതിന് ക്യാപിറ്റലിസവുമായി ഒരു വ്യത്യാസവുമില്ല. പിണറായിസം എന്ന് പറഞ്ഞാൽ സോഷ്യലിസം അല്ല, കമ്മ്യൂണിസവുമല്ല, തികച്ചും ക്യാപിറ്റലിസമാണ്. അത് കോൺഗ്രസ് ഭരണവുമായിട്ടോ BJP ഭരണവുമായിട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല. പേര് കമ്മ്യൂണിസം എന്ന് മാത്രം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, ആ കമ്മ്യൂണിസമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ആ എല്ലാവരും തുല്യരാണ്, ആ തൊഴിലാളികൾക്ക് സർവാധിപത്യം. പറയാമെന്ന് മാത്രം, ഒന്നും പ്രായോഗികമല്ലെന്ന് പറയുന്നവർക്ക് പോലും അറിയാം. പിന്നെ ആരോഗ്യമന്ത്രിയുടെ ലക്ഷ്യം എന്താണ് എന്ന് അവർക്ക് മാത്രമേ അറിഞ്ഞുകൂടൂ. ഒരു കാര്യം മാത്രം ഓർത്താലും മതി, ക്യൂബയെ ഇങ്ങനെ പ്രശംസിക്കുന്ന ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ എപ്പോഴെങ്കിലും ചികിത്സാർത്ഥം ക്യൂബയിലേക്ക് പോയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അവർ പോകുന്ന അമേരിക്കയിലേക്കാ. വർഗശത്രു അമേരിക്ക. പക്ഷെ അമേരിക്കയെ ആവശ്യമാണ് മറ്റു പല കാര്യങ്ങൾക്കും, സാമ്പത്തികമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും. പിന്നെ ക്യൂബ എന്ന് പറയുന്നത് വെറും ഒരു മരീചിക മാത്രം. ഇതൊക്കെ ജനം കാണുന്നുണ്ടോ എന്ന് അഥവാ തിരിച്ചറിയുന്നുണ്ടോ എന്ന് ഓർത്താൽ കൊള്ളാം.